ആഗ്രഹമുള്ള എല്ലാവർക്കും രക്തം ദാനം ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ. ഇതിനായി ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും ആരോഗ്യം കണക്കിലെടുത്ത് ആരോഗ്യ വിദഗ്ധർ ചില കർശന മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. രക്തം ദാനം ചെയ്യുന്ന വ്യക്തിയുടെയും അത് സ്വീകരിക്കുന്ന ആളുടെയും ആരോഗ്യത്തിന് ഇത് നിർബന്ധമായും പാലിച്ചിരിക്കേണ്ടതാണ്. വയസ്സ്, തൂക്കം, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ്, രക്തസമ്മർദ്ദം, മൊത്തത്തിലുള്ള ആരോഗ്യം തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഒരാൾക്ക് രക്തം കൊടുക്കുവാൻ പറ്റുമോ എന്ന് തീരുമാനിക്കുന്നത്. ഇത്തരം പരിശോധനകൾ രക്തം സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിന് സുരക്ഷിത മാർഗത്തിലൂടെ രക്തം എത്തിക്കാൻ സഹായിക്കും. രക്തം ദാനം ചെയ്യുന്നതിന് തൊട്ടു മുന്നേ വേണം രക്തം പരിശോധിക്കാൻ. പെട്ടെന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ രക്തം ദാനം ചെയ്യുന്നതിന് തൊട്ടു മുന്നേ പരിശോധിക്കുന്നതാണ് നല്ലതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാവുന്നതാണ്. രക്തദാനം ചെയ്യുന്ന ആളുടെ ഹീമോഗ്ലോബിന്റെ അളവ് 12.5 ആയിരിക്കണം. രക്തസമ്മർദ്ദം സാധാരണ നിലയിലായിരിക്കണം. രക്തം ദാനം ചെയ്യുന്ന ദിവസം രക്തദാതാവിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം നല്ല രീതിയിലായിരിക്കണം. തുടർച്ചയായി രക്തം ദാനം ചെയ്യുന്നവർ കൃത്യമായ ഇടവേള പാലിക്കണം. 3 മാസത്തിൽ ഒരിക്കൽ ദാനം ചെയ്യുന്നതാണ് നല്ലതെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ഹെൽത്തി.